നിങ്ങളെന്തിനാണ് അന്യമതസ്ഥനായ ഒരാളുടെ ബോഡി ഇങ്ങനെ കൊണ്ടുവരുമ്പോ, മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോ എന്തിനാണ് ഇങ്ങനെ എണീച്ചു നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോ പ്രവാചകർ തിരിച്ചു പറയുന്നുണ്ട്, അതൊരു മനുഷ്യനാണ്. മനുഷ്യനെ ആദരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ മതങ്ങളും. അക്കിരിം ജാറക്ക വലൂക്കാന കാഫിറ. ഒരു മനുഷ്യന്റെ, ഒരാളുടെ വീടിന്റെ അയൽവാസി ഏതു മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവനെ ആദരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു വീടിന്റെ അയൽവാസി എന്ന് പറഞ്ഞാൽ അയാളുടെ വീടിന്റെ മുൻഭാഗത്തുള്ള 40 വീടാണ്, അയാളുടെ വീടിന്റെ പിൻഭാഗത്തുള്ള 40 വീടാണ്, അയാളുടെ വീടിന്റെ വലതുഭാഗത്തുള്ള 40 വീടാണ്, അയാളുടെ വീടിന്റെ ഇടതുഭാഗത്തുള്ള 40 വീടാണ്. ഇങ്ങനെ മൊത്തം 160 വീടുകൾ. ഒരാളുടെ വീടിന്റെ ചുറ്റുമുള്ള 160 വീടുകളിൽ ഏതെങ്കിലും ഒരാൾ വീട്ടിൽ ഭക്ഷണം കിട്ടാതെ അയാൾ അന്നൊരു രാത്രി കിടന്നുറങ്ങിയാൽ ഭക്ഷണം കഴിക്കുന്ന വിശ്വാസിയായ ആൾ എന്റെ മതത്തിൽപ്പെട്ട ആളല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഹൈന്ദവ മതമാണെങ്കിലും ക്രൈസ്തവ മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും എല്ലാ മതങ്ങൾക്കുള്ളിലുമുള്ളത് സ്നേഹമാണ്, സാഹോദര്യമാണ്, സൗഹൃദമാണ്. എങ്കിൽ വളരെ വിശ്വാസത്തോടു കൂടി കാണുന്നതാണ് ശബരിമലയിലേക്ക് നിങ്ങൾ പോകുന്നത്. ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് ആ മല കയറുന്നതിന് തൊട്ട് മുമ്പ് വാവർ വലി എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു മഹാനായ ഒരു പണ്ഡിതന്റെ ഖബർ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഖബറിന്റെ അരികിൽ എത്തിയിട്ടാണ് ഏതൊരു സ്വാമിയും ശബരിമലയിലേക്ക് 18ാം പടി അവൻ ചവിട്ടുന്നത്. ഈ മങ്ങാട്ടച്ഛനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കുഞ്ഞായി മുസ്ലിയാർ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ മഹാനായ ഒരു പണ്ഡിതൻ. ഇതാണ് നമ്മുടെ നാടിന്റെ സ്നേഹം. നാം ചിന്തിക്കേണ്ടത്, നമുക്ക് വിശ്വാസമുണ്ട്, നമ്മൾ പല വിശ്വാസമുള്ളവരാണ്, പല വിശ്വാസങ്ങളും പല ആചാരങ്ങളും ഉള്ളവരാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മതമുണ്ട്. മനുഷ്യത്വം എന്നത് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, വിശ്വാസങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ മാത്രമാണ് നാം ഒരു നല്ല വിശ്വാസിയാവുക. നാം ചിന്തിക്കേണ്ടത്, ഇന്ന് പുതിയൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് മതങ്ങൾക്കിടയിൽ വിഭാഗീയത, മതസൗഹാർദ്ദങ്ങൾ പോലും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടത് മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാഠമാണ്. ഇവിടെ ഈ അമ്പലമുറ്റത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടി എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ സ്നേഹവും സൗഹാർദ്ദവും സാഹോദര്യവുമാണ് നാളെയുടെ തലമുറകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നത്.